പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ B.TECH കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ കമ്പൈലർ ഡിസൈൻ എന്ന പേപ്പറിൽ നിന്നുള്ള പ്രീവിയസ് യൂണിവേഴ്സിറ്റി ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ 6 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾ 2018, 2019, 2020 വർഷങ്ങളിൽ നടന്ന യൂണിവേഴ്സിറ്റി പൊതുപരീക്ഷ ചോദ്യങ്ങളിൽ നിന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പൊതുപരീക്ഷയിൽ വളരെയധികം ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ഡിസ്കഷന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ലെക്സിക്കൽ അനലൈസർ. 3 മാർക്കിന്റെ ചോദ്യം. സ്റ്റേറ്റ് ദ റോൾ ഓഫ് ലെക്സിക്കൽ അനലൈസർ. 3 മാർക്കിന്റെ ചോദ്യം. 2 വ്യത്യസ്ത വർഷങ്ങളിൽ നടന്ന പൊതുപരീക്ഷ ചോദ്യങ്ങളിൽ നിന്നും വളരെയധികം ആവർത്തിച്ചു വരുന്ന ഒരു ചോദ്യമാണ് ലെക്സിക്കൽ അനലൈസറിന്റെ റോള് അല്ലെങ്കിൽ ഫങ്ഷൻസ്. നമുക്ക് ലെക്സിക്കൽ അനാലിസിസ് എന്താണെന്ന് നോക്കാം. ലെക്സിക്കൽ അനാലിസിസ് ഈസ് ദ സ്റ്റാർട്ടിംഗ് ഫേസ് ഓഫ് കമ്പൈലർ. നമുക്കറിയാം, ഒരു കമ്പൈലർ സോഴ്സ് പ്രോഗ്രാമിനെ ഒബ്ജക്റ്റ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യും. ആ ഒരു പ്രോസസ് പലപ്പോഴും ഡിഫറെന്റ് ഫേസുകളായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ദ ലെക്സിക്കൽ അനലൈസർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബ്രേക്കിംഗ് ദ സിന്റാക്സ് ഇൻടു സീരീസ് ഓഫ് ടോക്കൺ. ഇറ്റ് റിമൂവ്സ് വൈറ്റ് സ്പേസ് ഇൻ ദ സോഴ്സ് കോഡ്. സോഴ്സ് കോഡിൽ വൈറ്റ് സ്പേസ് റിമൂവ് ചെയ്യുന്നു. ടോക്കൺസ് ജനറേറ്റ് ചെയ്യുന്ന കമ്പൈലറിന്റെ ഫസ്റ്റ് ഫേസ് ആണ് ലെക്സിക്കൽ അനാലിസിസ്. ഇനിയും ലെക്സിക്കൽ അനലൈസറിന്റെ റോളും റെസ്പോൺസിബിലിറ്റിയും നോക്കിയാൽ, ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ടോക്കൺ. ഇറ്റ് ഡിസ്പ്ലേസ് എറർ മെസ്സേജസ് വിത്ത് ദ സോഴ്സ് പ്രോഗ്രാം. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റിമൂവിംഗ് വൈറ്റ് സ്പേസസ് ആൻഡ് കമന്റ്സ് ഫ്രം ദ സോഴ്സ് പ്രോഗ്രാം. സോഴ്സ് പ്രോഗ്രാമിൽ നിന്നും വൈറ്റ് സ്പേസുകൾ, കമന്റുകൾ നീക്കം ചെയ്യുന്നു. എറർ മെസ്സേജുകൾ ഡിസ്പ്ലേ ചെയ്യുന്നു. ടോക്കൺസിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ടാസ്കുകളെല്ലാം പെർഫോം ചെയ്യുന്നത് ലെക്സിക്കൽ അനലൈസർ ആണ്. സോ ലെക്സിക്കൽ അനാലിസിസ് ഇസ് ദ സ്റ്റാർട്ടിംഗ് ഫേസ് ഓഫ് കമ്പൈലർ. ഒരു കമ്പൈലർ ആക്ടിവിറ്റി അല്ലെങ്കിൽ കമ്പൈലറിന്റെ പ്രവർത്തനം വ്യത്യസ്ത ഫേസുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ദ ലെക്സിക്കൽ അനലൈസർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബ്രേക്കിംഗ് ദ സിന്റാക്സ് ഇൻടു സീരീസ് ഓഫ് ടോക്കൺസ്. It removes white space in the source code. If the lexical analyzer gets an invalid token, it generates an error. ഒരു invalid token ലഭിച്ചാൽ ലെക്സിക്കൽ അനലൈസർ ഒരു എറർ ജനറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എറർ ഡിസ്പ്ലേ ചെയ്യുന്നു. സോ ലെക്സിക്കൽ അനലൈസർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബ്രേക്കിംഗ് ദ സിന്റാക്സസ് ഇൻടു സീരീസ് ഓഫ് ടോക്കൺസ്. ഇനി 3ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ഫേസസ് ഓഫ് കമ്പൈലർ. 9 മാർക്കിന്റെ ചോദ്യം. വളരെയധികം നമുക്ക് പ്രതീക്ഷിക്ക വകയുള്ള വളരെയധികം സാധ്യത ഉള്ള ഒരു ചോദ്യമാണ് ഫേസസ് ഓഫ് കമ്പൈലർ. നേരത്തെ പറഞ്ഞു, എ കമ്പൈലർ ഈസ് എ സിസ്റ്റം പ്രോഗ്രാം ഓർ സോഴ്സ് പ്രോഗ്രാം വിച്ച് കൺവേർട്സ് സോഴ്സ് കോഡ് ഇൻടു ഒബ്ജക്റ്റ് കോഡ്. സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല, മറിച്ച് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് കമ്പൈലർ. നമുക്കറിയാം, സോഫ്റ്റ്വെയറിനെ 2ആയി ക്ലാസ്സിഫിച്ചിരിക്കുന്നു, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് കമ്പൈലർ ഉൾപ്പെടുന്നത്. ലാംഗ്വേജ് പ്രോസസർ എന്ന് പൊതുവെ കമ്പൈലറെ, ഇന്റർപ്രറ്ററെ ഒക്കെ വിളിക്കുന്നു. ഇനി നമ്മുടെ കമ്പൈലേഷൻ എന്ന് പറയുന്ന പ്രക്രിയ, കമ്പൈലേഷൻ മീൻസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് സോഴ്സ് കോഡ് ഇൻടു ഒബ്ജക്റ്റ് കോഡ്. സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് കമ്പൈലേഷൻ എന്ന് പറയുന്നത്. ദ കമ്പൈലേഷൻ procedure is a series of different phases. Each stage acquire input from the previous phase. Previous phase നിന്നുള്ള ഇൻപുട്ട് ഓരോ സ്റ്റേജിലും എടുത്ത് അങ്ങനെ ഓരോ ഫേസുകളായി നടക്കുന്ന ആക്ടിവിറ്റിയാണ് കമ്പൈലേഷൻ. ഒരു കമ്പൈലറിന്റെ കമ്പൈലേഷൻ പ്രോസസ് 6 ഫേസുകളായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഫേസ് ലെക്സിക്കൽ അനാലിസിസ്, സെക്കൻഡ് വൺ സിന്റാക്റ്റിക് അനാലിസിസ്, third semantic analysis, fourth
intermediate code generation, fifth one code optimization, and the last one code generation. അങ്ങനെ ഒരു കമ്പൈലറിന്റെ ട്രാൻസ്ലേഷൻ ആക്ടിവിറ്റിയാണ് കമ്പൈലേഷൻ എന്ന് വിളിക്കുന്നത്. The compilation process is a series of different phases. ഓരോ ഫേസുകളായി നടക്കുന്ന ആക്ടിവിറ്റിയാണ്. We can say that the compiler helps in translating the source code written in a high-level language into machine code. കമ്പൈലർ ഹൈ ലെവൽ ലാംഗ്വേജ് എഴുതിയ പ്രോഗ്രാമായ സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ഒരു ആക്ടിവിറ്റിയാണ് കമ്പൈലേഷൻ എന്ന് പറയുന്നത്. കമ്പൈലർ ഈസ് എ സിസ്റ്റം പ്രോഗ്രാം. അങ്ങനെ ഒരു സിസ്റ്റം പ്രോഗ്രാമാണ് കമ്പൈലർ. കമ്പൈലർ പോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് പ്രോസറാണ് ഇന്റർപ്രറ്റർ. ഇനി ഒന്നാമത്തെ ഫേസ് ലെക്സിക്കൽ അനാലിസിസ് എന്താണെന്ന് നോക്കാം. ലെക്സിക്കൽ അനാലിസിസ് ഈസ് ദ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് കമ്പൈലേഷൻ. കമ്പൈലേഷന്റെ ഫസ്റ്റ് ഫേസ് അല്ലെങ്കിൽ ഇനിഷ്യൽ ഫേസ് ആണ് ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ലെക്സിക്കൽ അനാലിസിസ് ഫേസിനെ നമ്മൾ സ്കാനിങ് എന്ന് വിളിക്കുന്നു. This phase scans a source code and transforms the input into series of token. ഈ ഒരു ഫേസിൽ സോഴ്സ് കോഡിനെ സ്കാൻ ചെയ്തു സോഴ്സ് കോഡിൽ ഇൻപുട്ടുകളെ സീരീസ് ഓഫ് ടോക്കൺ ആയി കൺവേർട്ട് ചെയ്യുന്നു. A token is basically the arrangement of characters that define a unit of information in the source code. സോഴ്സ് കോഡിൽ യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന അറേഞ്ച്മെന്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ടോക്കൺ. അങ്ങനെ ടോക്കൺ ജനറേറ്റ് ചെയ്യുക എന്നാണ് ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന പ്രക്രിയയിൽ നടക്കുന്നത്. സോ ലെക്സിക്കൽ അനാലിസിസ് ഈസ് ദ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ഫേസസ് ഇൻ കമ്പൈലർ. ഒരു കമ്പൈലറിന്റെ കമ്പൈലേഷൻ ഫേസിലെ ഇനിഷ്യൽ സ്റ്റേജ് ആണ് ലെക്സിക്കൽ അനാലിസിസ്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് ആണ് സിന്റാക്സ് അനാലിസിസ്. ഇൻ ദ കമ്പൈലേഷൻ ഫേസ് ഓഫ് സിന്റാക്സ് അനാലിസിസ് the provided input is scanned for validation. പ്രൊവൈഡ് ചെയ്ത ഇൻപുട്ട് സ്ട്രക്ചറൽ ഗ്രാമറിന് വേണ്ടി അല്ലെങ്കിൽ സിന്റാക്സ് ഫോളോ ചെയ്യുന്ന പ്രക്രിയയ്ക്ക് വേണ്ടി വാലിഡേറ്റ് ചെയ്യുന്നു. ബേസിക്കലി ഇൻ ദ സെക്കൻഡ് ഫേസ് ദ സിന്റാക്സ് സ്ട്രക്ചർ ഈസ് ഇൻസ്പെക്ട്. അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നു. സോ ദ സെക്കൻഡ് ഫേസ് ഓഫ് കമ്പൈലേഷൻ ഈസ് സിന്റാക്സ് അനാലിസിസ്. നമ്മൾ പാർസിംഗ് എന്ന് വിളിക്കുന്നു. ആദ്യ ഫേസ് സ്കാനിങ് ആണ്, ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറയുന്നു. സെക്കൻഡ് ഫേസ് ആണ് സിന്റാക്സ് അനാലിസിസ്. ബേസിക്കലി ഇൻ ദ സെക്കൻഡ് ഫേസ് ഇറ്റ് അനലൈസസ് ദ സിന്റാക്റ്റിക്കൽ സ്ട്രക്ചർ ആൻഡ് ഇൻസ്പെക്ട് ഇഫ് ദ ഗിവൺ ഇൻപുട്ട് ഈസ് കറക്റ്റ് ഓർ നോട്ട് ഇൻ ടേംസ് ഓഫ് പ്രോഗ്രാമിംഗ് സിന്റാക്സ്. പ്രോഗ്രാമിന്റെ സിന്റാക്സ് അനുസരിച്ച് ഇൻപുട്ട് ശരിയാണോ അല്ലയോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഫേസ് ആണ് സെക്കൻഡ് ഫേസ് ആയ സിന്റാക്സ് അനാലിസിസ്. ഇനി സിന്റാക്സ് അനാലിസിന്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പാർസിംഗ്. പാർസിംഗ് എന്ന് വിളിക്കുന്നു. ഫസ്റ്റ് ഫേസിനെ നേരത്തെ പറഞ്ഞു, സ്കാനിങ് എന്ന് വിളിക്കുന്നു. ഇനിയും സിന്റാക്സ് അനാലിസിന്റെ റോളുകൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി നോക്കിയാൽ ഇറ്റ് നോട്ട്സ് സിന്റാക്സ് എറർ. സിന്റാക്സ് എറർ നോട്ട് ചെയ്യുന്നു. പ്രോഗ്രാമിന്റെ ഗ്രാമർ ആണ് സിന്റാക്സ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഗ്രാമർ ആണ് സിന്റാക്സ്. സിന്റാക്സ് ഫോളോ ചെയ്തില്ലെങ്കിൽ സിന്റാക്സ് എറർ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് പാർസ് ട്രീ. പാർസ് ട്രീ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് അക്യൂർസ് ടോക്കൺ ഫ്രം ലെക്സിക്കൽ അനലൈസർ. ലെക്സിക്കൽ അനലൈസർ ക്രിയേറ്റ് ചെയ്യുന്ന ടോക്കൺസ് അക്യൂർ ചെയ്യുന്നു. നേരത്തെ പറഞ്ഞു ഓരോ ഫേസും അതിന് മുമ്പത്തെ ഫേസിൽ നിന്നും ഇൻപുട്ടുകൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. ഇറ്റ് സ്കാൻസ് ദ സിന്റാക്സ് എറർ. സിന്റാക്സ് എറർ ഉണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഫേസ് ആണ് സെക്കൻഡ് ഫേസ് ആയ സിന്റാക്സ് അനലൈസിസ്. അപ്പൊ സിന്റാക്സ് അനലൈസർ എന്ന് പറയുന്ന ആ ഒരു കമ്പോണന്റ് എറേഴ്സ് കണ്ടെത്താൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു പ്രക്രിയയാണ് നമ്മൾ പാർസിംഗ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് സിമാന്റിക് അനാലിസിസ് ആണ്. ഇൻ ദിസ് പ്രോസസ് ഓഫ് കമ്പൈലേഷൻ സിമാന്റിക് അനാലിസിസ് scans whether the parser tree follows guideline of language. നേരത്തെ പറഞ്ഞു പാർസർ ട്രീ ജനറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു സെക്കൻഡ് ഫേസ്. തേർഡ് ഫേസ് എന്ന് പറയുന്നത് സിമാന്റിക് അനാലിസിസ് ആണ്. ഇൻ സിമ്പിൾ വേർഡ്സ് വി ക്യാൻ സേ ദാറ്റ് സിമാന്റിക് അനലൈസർ ഡിഫൈൻസ് ദ വാലിഡിറ്റി ഓഫ് പാർസ് ട്രീ ആൻഡ് annotated syntax tree comes as output.
നേരത്തെ ജനറേറ്റ് ചെയ്ത പാർസ് ട്രീ അനലൈസ് ചെയ്യുന്നു, അത് വാലിഡ് ആണോ ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു അനോട്ടഡ് സിന്റാക്സ് ട്രീ ഔട്ട്പുട്ടായി ജനറേറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ ഫേസ് ആയ സിമാന്റിക് അനാലിസിസ്. ഇനി സിമാന്റിക് അനലൈസറിന്റെ റോളുകളും റെസ്പോൺസിബിലിറ്റിയും നോക്കിയാൽ, ഇറ്റ് നോട്ടിഫൈസ് സിമാന്റിക് എറർ, ഇറ്റ് സ്കാൻസ് ഫോർ സിമാന്റിക് എറർ, ഇറ്റ് സേവ്സ് ദ കളക്റ്റഡ് ഡേറ്റ ടു സിമ്പിൾ ടേബിൾ ഓർ സിന്റാക്സ് ട്രീ. കളക്റ്റഡ് ഡേറ്റ ഒരു സിമ്പിൾ ടേബിൾ അല്ലെങ്കിൽ സിന്റാക്സ് ട്രീ ആയി സേവ് ചെയ്യുന്നു. സിമാന്റിക് എറേഴ്സിനെ നോട്ടിഫൈ ചെയ്യുന്നു. സിമാന്റിക് എറേഴ്സ് കണ്ടെത്താൻ വേണ്ടി സ്കാൻ ചെയ്യുന്നു. ഇനി നാലാമത്തെ ഫേസ് ആണ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. കമ്പൈലേഷന്റെ ഒരു ഫോർത്ത് ഫേസ് ആണ്. ദ പാർസ് ട്രീ ഈസ് സിമാന്റിക്കലി കൺഫേംഡ്. ആൻ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ ഡെവലപ്സ് 3 അഡ്രസ് കോഡ്. ഇപ്പൊ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ എന്ന കമ്പോണന്റ് 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യുന്നു. A middle level language code generated by compiler at the time of translation of source code into object code is known as intermediate code or text. ഒരു മിഡിൽ ലെവൽ ലാംഗ്വേജ് കോഡ് കമ്പൈലർ ട്രാൻസ്ലേഷൻ ഫേസിൽ ജനറേറ്റ് ചെയ്യുന്നു. അത്തരം കോഡിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് കോഡ് അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്ന് പറയുന്നത്. ഇനിയും ഫിഫ്ത്ത് ഫേസ് ആണ് കോഡ് ഒപ്റ്റിമൈസർ. ദിസ് ഫേസ് ഈസ് യൂസ്ഡ് ടു എൻഹാൻസ് ദ ഇന്റർമീഡിയറ്റ് കോഡ്. നേരത്തെ പറഞ്ഞു ഇന്റർമീഡിയറ്റ് കോഡ് 4 ഫേസ് ജനറേറ്റ് ചെയ്യുന്നു. ആ ജനറേറ്റ് ചെയ്ത ഇന്റർമീഡിയറ്റ് കോഡിനെ എൻഹാൻസ് ചെയ്യുന്നു, കൂടുതൽ കാര്യക്ഷമമാക്കുന്ന ഒരു ഫേസ് ആണ് കോഡ് ഒപ്റ്റിമൈസേഷൻ. ദിസ് വേ ദ ഔട്ട്പുട്ട് ഓഫ് ദ പ്രോഗ്രാം ഈസ് ഏബിൾ ടു റൺ ഫാസ്റ്റ് ആൻഡ് കൺസ്യൂംസ് ലെസ് സ്പേസ്. വളരെ ആക്യുറേറ്റ് ആയി ആ ഒരു ഇന്റർമീഡിയറ്റ് കോഡിനെ എൻഹാൻസ് ചെയ്യുന്ന പ്രക്രിയയാണ് 5ാമത്തെ ഫേസിൽ നടക്കുന്നത്. ഇനിയും റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റോൾസ് നോക്കിയാൽ, ഇറ്റ് റിമൂവ്സ് ദ അൺയൂസ്ഡ് വേരിയബിൾസ് ആൻഡ് അൺറീച്ചബിൾ കോഡ്. അൺയൂസ്ഡ് വേരിയബിൾസും അൺറീച്ചബിൾ കോഡ്സിനെയും റിമൂവ് ചെയ്യുന്നു. എൻഹാൻസ് ദ റൺ ടൈം ആൻഡ് എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം. പ്രൊഡ്യൂസസ് സ്ട്രീംലൈൻ കോഡ് ഫോർ ഇന്റർമീഡിയറ്റ് എക്സ്പ്രഷൻ. ഇത്രയുമാണ് 5ാമത്തെ ഫേസ് ആയ കോഡ് ഒപ്റ്റിമൈസേഷനിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ്. സോ ദ കോഡ് ഒപ്റ്റിമൈസർ എൻഹാൻസസ് ദ ഇന്റർമീഡിയറ്റ് കോഡ്. ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത് 4ാമത്തെ ഫേസിലാണെന്ന് പറഞ്ഞു. മിഡിൽ ലെവൽ ലാംഗ്വേജ് കോഡ് ജനറേറ്റഡ് ബൈ കമ്പൈലർ ഈസ് കോൾഡ് ഇന്റർമീഡിയറ്റ് കോഡ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്റർമീഡിയറ്റ് കോഡിന്റെ ഒരു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് കോഡ് ഒപ്റ്റിമൈസേഷൻ. ഇനി 6ാമത്തെ ഫേസ് ആണ് കോഡ് ജനറേഷൻ. കോഡ് ജനറേഷൻ ഈസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് കമ്പൈലേഷൻ പ്രോസസ്. നേരത്തെ പറഞ്ഞ ഒരു കമ്പൈലേഷൻ പ്രോസസ് 6 ഫേസുകളായാണ് പെർഫോം ചെയ്യുന്നത്. ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റിയാണ്. ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ ഫേസുകൾ എന്ന് വിളിക്കുന്നു. സോ ദ ഫൈനൽ സ്റ്റേജ് ഓഫ് കമ്പൈലേഷൻ പ്രോസസ് ഈസ് code generation process. In this final phase, the compiler tries to acquire the intermediate code as input, which is fully optimized, and map it to machine code or language. നേരത്തെ ജനറേറ്റ് ചെയ്ത ഇന്റർമീഡിയറ്റ് കോഡിനെ ഒപ്റ്റിമൈസ് ചെയ്തു അതിനെ ഒരു മെഷീൻ കോഡ് രൂപത്തിലോട്ട് കമ്പൈലർ കൺവേർട്ട് ചെയ്യുന്നു. ആ ഒരു ആക്ടിവിറ്റിയാണ് കോഡ് ജനറേഷൻ എന്ന് പറയുന്ന ഫൈനൽ ഫേസിൽ പെർഫോം ചെയ്യുന്നത്. ഇനിയും അവിടെ നടക്കുന്ന റോൾസും റെസ്പോൺസിബിലിറ്റി നോക്കിയാൽ, ട്രാൻസ്ലേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ് കോഡ് ടു ടാർഗറ്റ് മെഷീൻ കോഡ്, സെലക്ട് ആൻഡ് അലോക്കേറ്റ് മെമ്മറി സ്പോട്സ് ആൻഡ് രജിസ്റ്റർ. പ്രോഗ്രാമിന് ആവശ്യമുള്ള മെമ്മറിയും രജിസ്റ്ററും ഒക്കെ സെലക്ട് ചെയ്യുന്നതും മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതുമായ ഒരു ഫേസ് ആണ് കോഡ് ജനറേഷൻ. സോ code generation is the last and final stage of compilation process. In this stage, the intermediate code is converted to target machine code. The memory and registers are allocated for the execution of the program. പ്രോഗ്രാമിന് ആവശ്യമുള്ള മെമ്മറിയും രജിസ്റ്റേഴ്സും അലോക്കേറ്റ് ചെയ്യുന്നു, അവയെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു കമ്പൈലേഷൻ എന്ന് പറയുന്ന പ്രോസസ് വ്യത്യസ്തമായ ഫേസുകളിലൂടെയാണ് കടന്നു പോകുന്നത്.
അങ്ങനെ ഓരോ ഫേസിലും കിട്ടുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ട് അടുത്ത ഫേസിൽ യൂസ് ചെയ്യുന്നു. ആ ഒരു 6 ഫേസുകളായിട്ടാണ് കമ്പൈലേഷൻ എന്ന ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്നത്. സോ ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ സോഴ്സ് കോഡ് ഇൻടു ഒബ്ജക്ട് കോഡ് ബൈ എ കമ്പൈലർ ഈസ് കോൾഡ് കമ്പൈലേഷൻ. കമ്പൈലർ ഉപയോഗിച്ച് സോഴ്സ് കോഡിനെ ഒബ്ജക്ട് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് കമ്പൈലേഷൻ എന്ന് പറയുന്നത്. കമ്പൈലേഷൻ പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ ഡിഫറെന്റ് ഫേസസ് ആൻഡ് ഡിഫറെന്റ് സ്റ്റേജസ്. ഓരോ സ്റ്റേജിൽ കിട്ടുന്ന ഔട്ട്പുട്ട് അടുത്ത ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ യൂസ് ചെയ്യും. ഇനി 4ാം ചോദ്യം, വാട്ട് ഈസ് സിമ്പിൾ ടേബിൾ? 3 മാർക്കിന്റെ ചോദ്യം. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സെക്ഷനാണ് സിമ്പിൾ ടേബിൾ. നേരത്തെ പറഞ്ഞു കമ്പൈലേഷൻ ഫേസിൽ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പരിഹരിക്കാൻ കഴിയുന്നതാണ്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ദ സിമ്പിൾ ടേബിൾ ഈസ് മെയിൻലി നോൺ ആസ് ദ ഡാറ്റ സ്ട്രക്ചർ ഓഫ് കമ്പൈലർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പൈലറിന്റെ ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ് സിമ്പിൾ ടേബിൾ. ഇറ്റ് ഹെൽപ്സ് ഇൻ സ്റ്റോറിംഗ് ദ ഐഡന്റിഫയർ വിത്ത് ദെയർ നെയിം ആൻഡ് ടൈപ്പ്. നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന ഐഡന്റിഫയറും അവയുടെ നെയിമുകളും ടൈപ്പുകളും സ്റ്റോർ ചെയ്യാൻ വേണ്ടി കമ്പൈലർ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ് സിമ്പിൾ ടേബിൾ. ഇറ്റ് മേക്സ് ഇറ്റ് ഈസി ടു ഓപ്പറേറ്റ് ദ സെർച്ചിങ് ആൻഡ് ഫെച്ചിങ് പ്രോസസ്. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് സെർച്ചിങ്ങും ഫെച്ചിങ്ങും ഓപ്പറേഷനുകളെ ഈസി ആക്കാൻ വേണ്ടി കമ്പൈലർ യൂസ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചർ ആണ് സിമ്പിൾ ടേബിൾ. ദ സിമ്പിൾ ടേബിൾ കണക്ട്സ് വിത്ത് ഓൾ ഫേസസ് ഓഫ് കമ്പൈലർ. ഒരു കമ്പൈലറിന്റെ എല്ലാ ഫേസുകളിലും യൂസ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചർ ആണ് സിമ്പിൾ ടേബിൾ. ഇനി സിമ്പിൾ ടേബിളിനകത്ത് എന്തൊക്കെ സ്റ്റോർ ചെയ്യുന്നു എന്ന് നോക്കിയാൽ, ഇറ്റ് സ്റ്റോർസ് ലിറ്ററൽ കോൺസ്റ്റന്റ്സ് ആൻഡ് സ്ട്രിംഗ്. ലിറ്ററൽ കോൺസ്റ്റന്റ്സും സ്ട്രിംഗും സ്റ്റോർ ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ സ്റ്റോറിംഗ് ദ ഫംഗ്ഷൻ നെയിം. ഫംഗ്ഷൻ നെയിമുകൾ സ്റ്റോർ ചെയ്യുന്നു. ഇറ്റ് ഓൾസോ പ്രിഫർ ടു സ്റ്റോർ വേരിയബിൾ നെയിം ആൻഡ് കോൺസ്റ്റന്റ്സ്. വേരിയബിൾ നെയിംസും കോൺസ്റ്റന്റും സ്റ്റോർ ചെയ്യുന്നു. ഇറ്റ് സ്റ്റോർ ലേബൽ ഇൻ സോഴ്സ് ലാംഗ്വേജ്. സോഴ്സ് ലാംഗ്വേജിലെ ലേബൽസും സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റുകൾ, സ്ട്രിങ്ങുകൾ, ഫംഗ്ഷൻ നെയിമുകൾ, അതുപോലെ തന്നെ ലേബൽ, വേരിയബിൾസിന്റെ നെയിം, അവയുടെ ടൈപ്പുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി കമ്പൈലർ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ് സിമ്പിൾ ടേബിൾ. സോ എ സിമ്പിൾ ടേബിൾ ഈസ് ദ ഡാറ്റ സ്ട്രക്ചർ ഓഫ് ദ കമ്പൈലർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓൾ ഫേസസ് ഓഫ് കമ്പൈലേഷൻ. ഒരു കമ്പൈലേഷനിലെ എല്ലാ ഫേസുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ് സിമ്പിൾ ടേബിൾ. ദ സിമ്പിൾ ടേബിൾ കണക്ട്സ് ഓർ ഇന്ററാക്ട്സ് വിത്ത് ഓൾ ഫേസസ് ഓഫ് കമ്പൈലർ ആൻഡ് എറർ ഹാൻഡ്ലർ ഫോർ അപ്ഡേറ്റ്സ്. ഇനി 5ാമത്തെ ചോദ്യം, ഡിഫൈൻ ക്രോസ് കമ്പൈലർ. 3 മാർക്കിന്റെ ചോദ്യം. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് ക്രോസ് കമ്പൈലർ. നമ്മുടെ കമ്പൈലേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ടേം. എ ക്രോസ് കമ്പൈലർ ഈസ് എ കമ്പൈലർ ദാറ്റ് ക്യാൻ ജനറേറ്റ് എക്സിക്യൂട്ടബിൾ കോഡ് ഫോർ പ്ലാറ്റ്ഫോം അതർ ദാൻ ദ വൺ ഓൺ വിച്ച് ഇറ്റ് ഈസ് റണ്ണിങ്. നമ്മുടെ കമ്പൈലർ റൺ ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ അല്ലാതെ വേറൊരു പ്ലാറ്റ്ഫോമിന് വേണ്ടി എക്സിക്യൂട്ടബിൾ കോഡ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന കമ്പൈലർ, അത്തരം കമ്പൈലർ ആണ് നമ്മൾ ക്രോസ് കമ്പൈലർ എന്ന് പറയുന്നത്. സോ എ ക്രോസ് കമ്പൈലർ ഈസ് എ കമ്പൈലർ ദാറ്റ് ക്യാൻ ജനറേറ്റ് executable code for platform other than the one in which it is running. They are commonly used when the developer needs to use multiple platforms. Program develop ചെയ്യുന്ന പ്രോഗ്രാമർ അല്ലെങ്കിൽ ഡെവലപ്പർ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമുകൾ ഹാൻഡിൽ ചെയ്യുന്ന അവസരത്തിൽ പലപ്പോഴും ക്രോസ് കമ്പൈലർ യൂസ് ചെയ്യുന്നു. So they are used when the developer needs to use multiple platform in order to handle computing function. പലപ്പോഴും എംബഡഡ് സിസ്റ്റങ്ങളുടെ ഡെവലപ്മെന്റ് പലപ്പോഴും ഈ ഒരു ക്രോസ് കമ്പൈലർ പലപ്പോഴും യൂസ് ചെയ്യുന്നു. സോ യൂസിങ് എ ക്രോസ് കമ്പൈലർ മേക്സ് ഇറ്റ് പോസിബിൾ ടു ഓവർകം ദ ലാക്ക് ഓഫ് റിസോഴ്സസ്. പലപ്പോഴും റിസോഴ്സുകളുടെ കോൺഫ്ലിക്റ്റ് പോലെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ക്രോസ് കമ്പൈലേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി 6ാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദ ടൈപ്പ് ചെക്കിംഗ് ഓഫ് ഫങ്ഷൻസ്. 3 മാർക്കിന്റെ ചോദ്യം. Type checking is the process of verifying and enforcing constraints of types in value. Enforcing constraints and verification process is called type checking. കൺസ്ട്രെയിനുകൾ എൻഫോഴ്സ് ചെയ്യുന്നു, വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ്
ഫംഗ്ഷന്റെ കേസിൽ നമ്മൾ ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയുന്നത്. എ കമ്പൈലർ മസ്റ്റ് ചെക്ക് ദാറ്റ് ദ സോഴ്സ് പ്രോഗ്രാം ഷുഡ് ഫോളോ സിന്റാറ്റിക് ആൻഡ് സിമാന്റിക് കൺവെൻഷൻസ്. സിന്റാറ്റിക്കും സിമാന്റിക്കും റൂളുകൾ ഒരു പ്രോഗ്രാം ഫോളോ ചെയ്യണമെന്ന് കമ്പൈലർ ഡിറ്റർമിൻ ചെയ്യണം. കാരണം കമ്പൈലറിന്റെ ഫംഗ്ഷൻ ഇതാണ്. ആ ഒരു ആക്ടിവിറ്റിയാണ് ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയുന്നത്. Type checking in compiler design is an essential part of compiler design. It involves verifying the type of expression used in a program or source code. Source code ഉപയോഗിക്കുന്ന എക്സ്പ്രഷനുകളുടെ വെരിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ആക്ടിവിറ്റി ആണ് ടൈപ്പ് ചെക്കിംഗ്. സോ ടൈപ്പ് ചെക്കിംഗ് ഈസ് an essential function of compiler. Type checking is essential for ensuring the safety and correctness of software. നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ സേഫ്റ്റി, കറക്റ്റ്നെസ് പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ റിലയബിലിറ്റി അല്ലെങ്കിൽ മെയിൻറ്റൈനബിലിറ്റി പോലെയുള്ള കാര്യങ്ങളൊക്കെ, ഡീബഗിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യുന്നത് ഈ ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അങ്ങനെ ഒരു കമ്പൈലർ ഡിസൈനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രോസസ്സാണ് ടൈപ്പ് ചെക്കിംഗ്. സോ ടൈപ്പ് ചെക്കിംഗ് ഈസ് an essential for ensuring the safety and correctness of software. It improves program reliability, maintainability, and it reduces time and effort for debugging. ഡീബഗിങ്ങിൽ എടുക്കുന്ന ടൈമും എഫർട്ടും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ടൈപ്പ് ചെക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. സോ സിംപ്ലി ടൈപ്പ് ചെക്കിംഗ് മീൻസ് ഇറ്റ് വെരിഫൈസ് ദ സിന്റാക്റ്റിക് ആൻഡ് സിമാന്റിക് കറക്റ്റ്നെസ് ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിന്റെ സിന്റാറ്റിക്കും സിമാന്റിക് കറക്റ്റ്നെസ് എൻഷുർ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ടൈപ്പ് ചെക്കിംഗ്. സോ ഇറ്റ് ഈസ് an essential aspect of a compiler design. ഒരു കമ്പൈലർ ഡിസൈനിന്റെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ് ടൈപ്പ് ചെക്കിംഗ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് ടൈപ്പ് ചെക്കിംഗ്. ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് പ്രോഗ്രാം റിലയബിലിറ്റി ആൻഡ് മെയിൻറ്റൈനബിലിറ്റി. ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് എറർ ഇൻ പ്രോഗ്രാം. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയുന്ന പ്രക്രിയ പെർഫോം ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എൻഷുറിംഗ് ദാറ്റ് വേരിയബിൾസ് ഓർ എക്സ്പ്രഷൻ ഈസ് കോമ്പാക്റ്റബിൾ. എക്സ്പ്രഷനും വേരിയബിൾസും കോമ്പാക്റ്റബിൾ ആണ് എന്ന് ചെക്ക് ചെയ്തൊരു പ്രക്രിയയാണ് ടൈപ്പ് ചെക്കിംഗ്. സോ ഒബ്ജക്റ്റീവ് ഓഫ് ടൈപ്പ് ചെക്കിംഗ് ഈസ് ടു പ്രിവെന്റ് ടൈപ്പ് എറേഴ്സ് അല്ലെങ്കിൽ ടൈപ്പ് മിസ്മാച്ച് എറേഴ്സ്.